ആയിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആയുർവേദിക് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട്. അത്രയും നല്ല അടിപൊളി റിസൾട്ട് കിട്ടണ ഒരു കിഡിലനായിട്ടുള്ള ഒരു 4 അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കിഡിലനായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണുന്നത്. അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചലഞ്ചിലെ രണ്ടാമത്തെ ഫേസ് പാക്ക് ആണ്. ആദ്യത്തെ ഫേസ് പാക്ക് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫേസ് അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഫേസ് പാക്ക് കൂടി ഉണ്ടെന്ന്. അപ്പൊ അന്നത്തെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ഫേസ് എന്നിട്ട് ക്ലിയർ ആയിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഫേസ് എന്നിട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആ ഫേസ് പാക്കിന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതോറും നന്നായിട്ട് ബ്രൈറ്റൻ ആവും. ഇന്നത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മുടെ ഫേസിന്റെ സ്റ്റോൺ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്കൊരു ആ ഒരു കോൺഫിഡൻസ് കിട്ടും ആദ്യ യൂസിൽ തന്നെ. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനും, അതേപോലെ തന്നെ ഇത് എത്ര നാള് എത്ര തവണ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഇത്രയും നല്ല റിസൾട്ട് ഇതിന് കിട്ടണമെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റനിങ് ഈ ഒരു ഫേസ് പാക്കിന്റെ കൂട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് നവര പൗഡർ ആണ്. നവര പൗഡർ നമുക്ക് ഓൺലൈൻ വഴിയും അങ്ങാടി ഷോപ്പിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നവര അരി മേടിച്ച് പൊടിപ്പിച്ച് നമുക്കിത് സൂക്ഷിക്കാനും പറ്റും. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ആയുർവേദത്തിൽ. നമുക്ക് ഭയങ്കര നല്ലതാട്ടോ ഈ ഒരു നവര പൗഡറിന്റെ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കുകൾ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ രക്തചന്ദനം പൗഡർ ആണ്. ഇത് സ്യൂട്ടബിൾ അല്ലാത്തവർ, ചിലർക്ക് ഇതൊരു ഡാർക്ക് ആക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾ, കസ്തൂരി ടെർമറിക് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. രക്തചന്ദനം ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ആവാനായിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ചിഷ്ട പൗഡർ ആണ്. ഇതും അങ്ങാടി ഷോപ്പിൽ നിന്ന് നമുക്ക് ഓൺലൈൻ വഴിയും കിട്ടും. ഇത് നമുക്ക് 1.5 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു അളവ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നവര പൗഡർ ആണ്. അതാണ് അത് 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മിക്സ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. ഇത് അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ടബിളും അതുപോലെ തന്നെ മേടിക്കാനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ അത്ര വലിയ പാടൊന്നുമില്ല. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ ഫേസിലെ സ്കാർസ്, റെഡ്നെസ്, ഓപ്പൺ പോഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു 1 മന്ത് അടുപ്പിച്ച്. അപ്പൊ ഇത് നമ്മളിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പൊ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് പൗഡർ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നതും എടുക്കുന്നതും. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1 മന്തോ 2 മന്ത് ഒക്കെ സൂക്ഷിക്കാം. നമ്മൾ എടുക്കണം മാത്രം ഇരിക്കും. ഇത് കേടാവണോ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കിയപ്പോൾ പറഞ്ഞ മാതിരി പാലിൽ പുഴുങ്ങി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഈ ആയുർവേദ ഫേസ് പാക്കുകളുടെ ഏറ്റവും നല്ല ഗുണം കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ ഫേസ് പാക്കുകളൊക്കെ പുഴുങ്ങി യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിന്റെ റിസൾട്ട് നല്ലോണം വേറൊരു എക്സ്ട്രാ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതും നമ്മൾ അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, പാലിൽ പുഴുങ്ങാൻ പറ്റാത്തവർക്ക് ഇതിൽ നമുക്ക് കുക്കുംബറിന്റെ ജ്യൂസ് ആഡ് ചെയ്തിട്ടും അതുപോലെ ക്യാരറ്റിന്റെ ജ്യൂസ് ആഡ് ചെയ്തിട്ടും നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പറ്റാത്തവർക്ക്. അതും നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും ഫേസ് പാക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാലിൽ പുഴുങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ പോണത്. പറ്റാത്തവർക്ക് കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ എടുക്കാം. പാല് പറ്റാത്തവർക്ക്, ഓയിലി സ്കിന്നർക്ക് കുക്കുംബർ ജ്യൂസ് നല്ലതാട്ടോ. അപ്പൊ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പൗഡർ എടുക്കുക. 2 ടേബിൾ സ്പൂൺ നമ്മൾ നമ്മുടെ പച്ച പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1.5 സ്പൂണോളം നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ആഡ് ചെയ്യണമെന്നില്ല. ഇത് നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇതിൽ നവര പൗഡർ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പാൽ കൂടുതലായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര തീ കൂടുതലുള്ളപ്പോൾ വെച്ച് ജസ്റ്റ് അത് വറ്റിയിട്ട് അടിപിടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ തീയിൽ നമ്മളിത് ജസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മളിത് വെള്ളം വറ്റുന്നു തോന്നി കഴിഞ്ഞാൽ കുറച്ച് പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുറഞ്ഞ തീയിൽ ഇളക്കി നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേ ഇവിടെ ചൂടാറുമ്പോൾ നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അന്നാന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള അന്നാന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഡെയിലി തന്നെ 2-3 ആഴ്ചയോളം നമ്മൾ ഡെയിലി തന്നെ ഇടുക. പിന്നെ അതുപോലെ ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആണ്, ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ്. നന്നായിട്ട് ഒരു തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അലർജി ഉള്ളവർ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, അതൊന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് എന്നും അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് വെക്കുക, 20-25 മിനിറ്റ്സ് വെക്കുക. നമുക്കിങ്ങനെ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അടിയിലത്തെ ലെയർ നമുക്കിങ്ങനെ വലിഞ്ഞ മാതിരി ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുന്നത് നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ റിമൂവ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഇളം
ചൂടുവെള്ളത്തിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നല്ലത്. നമ്മൾ പാല് യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ നോർമൽ വെള്ളത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഒരു 2 ആഴ്ചയൊക്കെ നമ്മൾ അടുപ്പിച്ച് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്താലാണ് നമുക്ക് അതിന്റെ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറഞ്ഞത് എന്ന് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3 ടൈമെങ്കിലും വീക്കിലി നമ്മൾ യൂസ് ചെയ്യുക. കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിരിക്കും. നമ്മളിത് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസിലോ അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ജ്യൂസിലോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിലോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് പറ്റാത്തവർക്ക് വേണ്ടി മാത്രം. പക്ഷെ നവരെ പാലിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കൂടുതൽ കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നെക്കും കൂടി ബ്രൈറ്റനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടും കൂടെ ഒരേമാതിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ പാല് മിക്സ് ചെയ്ത് കുറുക്കിയത് കൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാലിന്റെ ഒരു ചെറിയൊരു മയ ഉണ്ടല്ലോ, ആ ഒരു മയൊക്കെ നമ്മുടെ ഫേസിൽ നിന്നും പോഴ്സിൽ നിന്നൊക്കെ നന്നായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് വെള്ളത്തിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസറും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഇത് യൂസ് ചെയ്യുമ്പോൾ. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു എന്താ പറയാ ബ്രൈറ്റനിങ്ങും നമുക്ക് ആ ഒരു ഗ്ലോയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം നമ്മുടെ ഫേസ് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മാത്രം, അപ്പോൾ നമ്മളുള്ള കളറിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് തോന്നിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്കിത് പെർമനന്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് വേറൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ യൂസ് കൊണ്ട് നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് നമ്മൾ ഒരിക്കലും കരുതിയിട്ട് വേണ്ട അത് യൂസ് ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും അതേപോലെ ഫേസിൽ നിറയെ പ്രോബ്ലംസ്, സ്കാർസ്, അതുപോലെ റെഡ്നെസ് ഇങ്ങനത്തെ കാര്യങ്ങളുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും അലർജി ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് നോക്കാന്നുള്ളത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ. അപ്പൊ നല്ല റിസൾട്ട് ആണ് കാണാൻ പറ്റുക. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് നമുക്കതിന്റെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റനിങ് കിട്ടും. കാരണം നവരെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബ്രൈറ്റൻ ആവാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഗ്ലോ കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കാർസോ മാർക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കും. അതേപോലെ തന്നെ മെയിനായിട്ട് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. നമുക്ക് ഇങ്ങനെ കിഴിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നവര കിഴിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല. അപ്പൊ അതിലൊക്കെ നമുക്ക് ആ ഒരു റിസൾട്ട് കൂടുതൽ കാണാൻ പറ്റും. നവര ഫേഷ്യല് നമുക്ക് ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്തനായിട്ട് ചെയ്യാം. അപ്പൊ ഇത് നല്ല റിസൾട്ട് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ നെക്കും കൂടി റിമൂവ് ചെയ്യുമ്പോൾ നെക്കിലും നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. 3 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. പിന്നെ പാല് ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പൊ പാലിട്ടുകൊണ്ട് നിങ്ങൾക്ക് പിമ്പിൾസ് വന്നു എന്ന് പറഞ്ഞിട്ട് ആരും വരരുത്. കാരണം നിങ്ങളെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓയിലി പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾ കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളിത് ഫോളോ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് തരണേ. യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഈ ഒരു നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. വേറെ നമ്മൾ ബ്രൈറ്റനിങ് പാക്ക് കാണിക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പാക്ക്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലനായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബ്രൈറ്റനിങ് ചലഞ്ചിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒരു 1 അല്ലെങ്കിൽ 2 മന്ത് എന്തായാലും യൂസ് ചെയ്യാം. നമുക്കൊരു 1 അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് പോയിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓൺലൈൻ വഴിയും അങ്ങാടി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങാടി ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ തന്നെ മേടിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലനായിട്ടുള്ള അടുത്ത വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. Bye, take care. Love you all.